അറിയിക്കുകയാണ്. ഞങ്ങളുടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നല്ലവരായ മാതാപിതാക്കളുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യർ, യോഗത്തിന്റെ അധ്യക്ഷൻ, സംഘടനയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, കൺവീനർ, അതിഥികളായിട്ട് വന്നിട്ടുള്ളവർ, അതിലെല്ലാം ഉപരിയായി ഞങ്ങളുടെ സനാതന സ്കൂളിന്റെ സ്ഥാപകനും മാനേജറുമായിരിക്കുന്ന പ്രിയപ്പെട്ട സെൽവരാജേട്ടൻ, അതിലുപരിയായി മലയാളം മിഷന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. നിങ്ങളോടെല്ലാവരുടെ ഒപ്പം ഈ സായാഹ്നം ചെലവഴിക്കുന്നതിൽ ഉള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. എന്നോട് രണ്ട് കാര്യം പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മലയാളം മിഷനെ കുറിച്ച് ചുരുക്കമായി പറയണം. എന്തിനാണ് മലയാളം മിഷൻ? മലയാളം കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മലയാളം പഠിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കുക, അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ഭാഷാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുക. അതിലുപരിയായി ഈ കോഴ്സ് പൂർത്തീകരിക്കുമ്പോൾ 10ാം ക്ലാസ്സിന് തത്തുല്യമായ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേരള ഗവൺമെന്റ് നൽകുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, മലയാളം മിഷൻ എഴുത്തോല പഠന കേന്ദ്രത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുവാനായിട്ട്. ജോയിൻ ചെയ്യുന്നത് എളുപ്പമാണ്. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം മതി. ഒഫീഷ്യലായിട്ട് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നതാണ്. രണ്ടാമത് എന്നോട് പറയുവാൻ പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ചാണ്. ദീർഘമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, 2 വാചകത്തിൽ പറയാം. ഇന്ന് നമ്മളെല്ലാവരും മീഡിയയുടെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്കറിയാൻ കഴിയാത്ത ഒരു കാലത്താണ് മാതാപിതാക്കളും മുതിർന്നവരുമായിരിക്കുന്നത്. അവരെന്തൊക്കെയോ കാണുന്നു. അതിഭീകരമായ 2 വാക്കുകൾ ഞാൻ പറയാം. അവർ ഈ സോഷ്യൽ മീഡിയയും ഗെയിമിനും അടിപ്പെട്ടിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പിള്ളേരോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന 2 വാക്കുകൾ. ഒന്നാമത്തെ വാക്ക്, ഞാൻ നിന്നെ കൊല്ലും. രണ്ടാമത്തെ വാക്ക്, നീ എന്നെ കൊന്നോളൂ. ഗെയിമെല്ലാം കളിച്ച് ഇങ്ങനെ ആളുകളെ കൊല്ലുക, എതിർക്കുന്നവരെല്ലാം കൊന്നില്ലാതാക്കുക എന്ന ഒരു ചിന്ത കുഞ്ഞുങ്ങളുടെ എല്ലാം ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. ഇതിന് വളമിട്ട് വളർത്തുന്നതാണ് ഈ ലഹരിയുടെ ഉപയോഗം, അതിപ്രസരം. ഞാൻ ഓർക്കുന്നത്, ഒരിക്കൽ ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ എടുക്കുവാൻ ഇതുപോലൊരു വേദിയിൽ കടന്നു വന്ന സമയത്ത് ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനെ കുറിച്ച് ആളുകൾക്കിടയിൽ സംശയമുണ്ടായി. കാരണം അനേകരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഞാൻ ലഹരി എടുക്കില്ല, ഇന്നു മുതൽ ഉപയോഗിക്കില്ല എന്ന് പറയുവാൻ അവിടെ ഇരുന്ന പലർക്കും പ്രയാസം ഉണ്ടാകുന്നത് ഞാൻ നേരിൽ കണ്ടു. വളരെ താഴ്മയായിട്ട്, വിനയത്തോടെ നിങ്ങളുടെ കാലിൽ തൊട്ട് ഞാൻ പറയുകയാണ്, ലഹരിയിൽ നിന്ന് നിങ്ങൾ മാറി നിന്നില്ല എങ്കിൽ ഈ വിഷയം അതിഗൗരവമായി മാറും. ഞാനും ചാകും, നിന്നെയും കൊല്ലും. ഏത് പ്രശ്നം വന്നാലും ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ മാറിപ്പോവുകയാണ് യുവതലമുറ. പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികൾ, 4 വയസ്സും 5 വയസ്സുമുള്ള കുട്ടികൾ നമ്മളോട് പറയുന്ന പ്രതികരണം ഇതാണ്. ജാഗ്രത, അത് മാത്രമാണ് ഈ രാത്രിയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ ഗൗരവത്തോടെ ജാഗ്രതയുള്ളവരായിരിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ.